നമ്മുടെ ഈ നാട്ടിലേക്ക് ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നുണ്ട്. നമ്മളവരെ പണ്ട് ബംഗാളികളെന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇപ്പം എന്താ പറയുക, അതിഥി തൊഴിലാളികളെന്ന് വിളിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിൻ്റെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളവരെ എന്താ പറയുക, അംഗീകരിക്കണം, അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കണം എന്നുള്ള രീതിയിലാണ് അതിഥി തൊഴിലാളികളെന്ന് വിളിക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും കുറേ പ്രശ്നങ്ങളുണ്ട്. അവർ നാട്ടിൽ വന്നിട്ടുണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളുണ്ട്. അവർ എന്താ പറയുക, ഇവിടെ അവരുടെ എണ്ണം പെരുകി പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമ്മളത് നാട്ടിൽ കാണുന്നുണ്ട്, അവരെ പിടിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ എന്നാലും നമ്മൾ മലയാളികൾക്ക് അതിഥി തൊഴിലാളികളില്ലാതെ പറ്റില്ല എന്ന് പറയുന്ന സിറ്റുവേഷനാണ്. കാരണം നാട്ടിൽ മേലല്ലെങ്കിൽ പണിയെടുക്കാനായിട്ട് ഇപ്പം അല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തുകയാണ്. കാരണം നാട്ടിലുള്ളവരെല്ലാം എന്താ പറയുക, യുവാക്കളായിട്ടുള്ളവരെല്ലാം കയറിപ്പോകുന്നു. പിന്നെ നാട്ടിൽ പണിയെടുക്കാനായിട്ട് ഈ പറയുന്ന പോലെ നാടൻ പണിക്കാരെ കിട്ടാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ അതിഥി തൊഴിലാളികളെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള പറയുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വരുന്ന അതിഥി തൊഴിലാളികളിൽ എത്ര പേരുടെ അഡ്രസ്സ് കൃത്യമാണെന്ന് ആർക്കറിയാം? അവരുടെ കയ്യിലൊക്കെ ഓരോ ആധാർ കാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പല സമയങ്ങളിലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇതുപോലെയുള്ള ആളുകൾ വരാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അഡ്രസ്സ് എഴുതിയെടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് പലപ്പോഴും ചിന്തിക്കും, ഇങ്ങനെയൊക്കെ ആൾക്കാർ ഈ നാടുകളിൽ നിന്നാണോ വരുന്നത്, ഇവർക്കൊക്കെ ആരാണ് ഒരു ഐഡൻറ്റിറ്റി ഇവിടെ ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളതൊക്കെ ചില സമയങ്ങളിൽ ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം ഇവരിൽ പലരുടെയും പെരുമാറ്റത്തിലൊക്കെ നമുക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഇവരുടെ ഭാഷ നമുക്കൊന്നാമതേ അറിയത്തില്ല. കാരണം അവർ പറയുന്നത് പലരും ഹിന്ദി പറയുന്നവരുണ്ട്, പക്ഷേ നമുക്ക് മനസ്സിലാകാത്ത ഭാഷകളുണ്ട്. ഇപ്പം ഒരു തവണ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്, രണ്ടുപേരും തമ്മിൽ ഒരിക്കലും നമുക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷ സംസാരിക്കുന്നു. അത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ എവിടെയോ ഉള്ള ഭാഷയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ എന്താ പറയുക, അത് പിന്നീട് എനിക്ക് മനസ്സിലായത് ബംഗ്ലാദേശികളാണെന്നാണ്. അവരുടെ വായിൽ നിന്ന് തന്നെ അവർ ബംഗ്ലാദേശികളായി, ബംഗാളി ഭാഷ ആയിരിക്കണം സംസാരിച്ച്, എനിക്കതിനെക്കുറിച്ച് കൃത്യം അറിയത്തില്ല. പക്ഷേ ആദ്യം ബംഗ്ലാദേശികളെന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റി അവർ പറഞ്ഞ് ആസാമിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പം ഇങ്ങനെ പലരും ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് എന്താ പറയുക, ഇങ്ങോട്ടേക്ക് വന്ന ഒരു സിറ്റുവേഷനാണ്. അവരെങ്ങനെ എത്തിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. കള്ളവണ്ടി കയറിയാണോ എങ്ങനെയാണോ ഇവിടെ എത്തി, ഇവിടെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പണിക്കും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ അനവധി നമ്മളിപ്പം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കാരണം പണ്ട് നമ്മൾ ഓർക്കുന്നുണ്ട്, പണ്ടെന്ന് പറഞ്ഞാൽ അധികം നാളായില്ല പോലീസുകാർക്കെതിരെ ഒരു കൂട്ടം അന്യസംസ്ഥാന തൊഴിലാളികൾ ആക്രമണം നടത്തുകയും പോലീസുകാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇവരുടെ ഒരു കൂട്ടം തന്നെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ കാണുന്ന പല ടൗൺ ഏരിയകളിലും ഓരോ മുക്കിലും മൂലയിലും ഇവരുണ്ട്. രാവിലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ ഇവരുടെ ഒരു കൂട്ടം ആൾക്കാരെ കാണാം നമുക്ക്. ഇങ്ങനെയുള്ള ആളുകൾ കൃത്യമായിട്ട് അവരുടെ ഒരു കണക്കും കാര്യങ്ങളും ഒക്കെ ഇപ്പം കൃത്യം എടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. കാരണം വരുന്നവരും പോകുന്നവരും ഒക്കെ ആരാന്നുള്ളത് അറിയാൻ മേലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കൃത്യം ഒരു കണക്കുണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ അത് വലിയ ആപത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇവർ നാട്ടിൽ കൂടി കുറ്റകൃത്യങ്ങൾ ഒരുപാട് നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലുള്ളവർക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഭാവിയിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്.